സോ ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് UGC നെറ്റ് പേപ്പർ 1 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മോഡ്യൂളിലെ സാമ്പിളിംഗ് ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സ്റ്റെപ്സ് ഇൻ റിസർച്ച് എന്നാണ് ഈ ഒരു ടോപ്പിക്കിന്റെ ഹെഡിങ്. നമ്മുടെ സിലബസിൽ UGC നെറ്റിന്റെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സാമ്പിളിംഗ് ടെക്നിക്സ്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സാമ്പിളിംഗ് എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗിലേക്ക് വരാം. ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ടേംസ് ഉണ്ട്. പോപ്പുലേഷൻ, സാമ്പിൾ ആൻഡ് സാമ്പിളിംഗ്. ഓക്കെ, population is a collection of elements which has some or the other characteristics in common. Okay, for example, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെയാണ് ഒന്നുകൂടെ പറയാം. എനിക്കിപ്പം 12 to 17 years ഉള്ള സ്റ്റുഡൻസിന്റെ വെദർ ദേ ആർ ഹെൽത്തി, അവർ പ്രോപ്പർലി അവർ കറക്റ്റ് വെയിറ്റ് ആണോ, അല്ലെങ്കിൽ അവർ മാൽ നറിഷ്ഡ് ആണോ, അല്ലെങ്കിൽ അവർ ഒബീസ് ആണോ, ഓവർ വെയിറ്റ് ആണോ എന്നുള്ളത് എനിക്ക് സ്റ്റഡി ചെയ്യണം ഓഫ് എ പെർട്ടിക്കുലർ ഡിസ്ട്രിക്ട്. സേ ഫോർ എക്സാമ്പിൾ എനിക്ക് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടികളുടെ ഈ ഒരു കാര്യം സ്റ്റഡി ചെയ്യണം. ഓക്കെ, അപ്പം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള 12 to 17 years ഉള്ള എല്ലാ കുട്ടികളുമാണ് എൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ലാക്സ് ഓഫ് കുട്ടികൾ വരാം, എത്ര ലാക്സ് വേണേലും വരാം. ഓക്കെ, ആൻഡ് ഈ ഇത്രയും ലക്ഷം കുട്ടികളെ എനിക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് ലാക്സ് ആയിരിക്കാം. 10 lakhs എന്നൊക്കെ വെച്ചോളൂ, എനിക്കറിയില്ല കറക്റ്റ് എത്ര വരുമെന്ന്. ഓക്കെ, സോ വാട്ട് ആർ ഇറ്റ് ഇസ്, എത്ര ലാക്സ് ഉണ്ടോ അത്രയും കുട്ടികളെ എനിക്ക് സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്, റൈറ്റ്? സോ വാട്ട് വിൽ ഐ ഡു? ഇതിനകത്തുനിന്ന് ഒരു ചെറിയ പോപ്പുലേഷൻ എടുക്കും, ഈ പോപ്പുലേഷൻ ഒരു ചെറിയ സെറ്റ് എടുക്കും, ഒരു സബ്സെറ്റ്. ഓക്കെ, ആ സബ്സെറ്റിനെയാണ് ഞാൻ സാമ്പിൾ എന്ന് വിളിക്കുന്നത്. ആ സാമ്പിളിൽ എനിക്കൊരു 500 അല്ലെങ്കിൽ 600 ഒരു എൻ്റെ പ്രാക്ടിക്കലി എനിക്ക് പോസിബിൾ ആയിട്ടുള്ള അത്രയും സ്റ്റുഡൻസിനെ ഞാൻ സെലക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ പോപ്പുലേഷനിൽ നിന്ന് ഒരു കറക്റ്റ് സാമ്പിളിനെ ചൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ്. ഓക്കെ, സാമ്പിൾ ഇസ് എ സബ്സെറ്റ് ഓഫ് ദി പോപ്പുലേഷൻ. പോപ്പുലേഷന്റെ ഒരു ചെറിയ സബ്സെറ്റ് ആണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഈ ചൂസ് ചെയ്യുന്ന പ്രോസസ്, പോപ്പുലേഷനിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന സാമ്പിളിനെ ചൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ്, പ്രോസസ് ഓഫ് സെലക്ടിങ് എ സാമ്പിളിനെയാണ് ഞാൻ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? സോ നമുക്ക് സാമ്പിളിംഗ് എന്താന്ന് ഒന്നുകൂടെ കുറച്ചും കൂടെ ഡിഫൈൻഡ് ആയിട്ട് ടെക്നിക്കലായിട്ട് പറയാം. സാമ്പിളിംഗ് ഇസ് എ മെത്തേഡ് that allows us to get information about the population based on the statistics from a subset. അതായത് നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്, അതിന്റെ ഇൻഫർമേഷനെ നമുക്ക് ഈ കുഞ്ഞു സാമ്പിളിൽ നിന്ന് കിട്ടും. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ പറയും, പിന്നെ നമ്മൾ കുറെ ഇൻഫർമേഷൻ ഒക്കെ ചിലപ്പോൾ അനലൈസ് ചെയ്തെടുക്കും. അത് നമ്മൾ പറയും ഇതിനും ബാധകമാണ് എന്ന് പറയും. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഇതിനകത്തെ ഓരോ ഇൻഡിവിജ്വലിനെയും, ദാറ്റ് ഇസ് വിത്തൗട്ട് ഹാവിംഗ് ടു ഇൻവെസ്റ്റിഗേറ്റ് എവറി ഇൻഡിവിജ്വൽ, ഇതിനകത്തെ ഓരോ ഇൻഡിവിജ്വലിനെയും, ഇപ്പൊ ലാക്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ ആ ലാക്സ് ഓഫ് ഇൻഡിവിജ്വൽസിനെയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്ട് ഈ ചെറിയ ഒരു സാമ്പിളിനെ മാത്രം ഞാൻ സ്റ്റഡി ചെയ്തിട്ട് പറയും ഇത് ഇവർക്കും ബാധകമാണ് എന്ന് പറയും. സോ അതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ രണ്ട് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഓക്കെ, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം പ്രോസസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ കയ്യിൽ 10 കുട്ടികളുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ 1000 കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എനിക്കൊരു സ്റ്റഡി നടത്തണം. സോ അതിനുവേണ്ടി ഞാനൊരു 20 സ്റ്റുഡൻസിനെ ചൂസ് ചെയ്യുവാണ്. ഒരു ഭയങ്കര വൈഡ് സ്റ്റഡിയാണ്, ഒരു സർവേ റിലേറ്റഡ് സം കൈൻഡ് ഓഫ് സ്റ്റഡിയാണ്. എനിക്ക് 20 സ്റ്റുഡൻസിനെ മതി. അപ്പം ഈ 1000 സ്റ്റുഡൻസിനും ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി, നാലാമത്തെ കുട്ടി, അങ്ങനെ 1000 എല്ലാ കുട്ടികൾക്കും ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ആണ്. ഫസ്റ്റ് കുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള അതേ ചാൻസ് ആണ് 10ാമത്തെ കുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള, അതേ ചാൻസ് ആണ് 750ാമത്തെ കുട്ടിയെ സെലക്ട് ചെയ്യാനുള്ളത്. സോ എല്ലാവർക്കും ഒരു ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ആണ്, ഈക്വൽ ചാൻസ് ആണ്. അതായത് ഫസ്റ്റ് ഈ ആദ്യത്തെ പിള്ളേരെ ചൂസ് ചെയ്യാൻ മോർ ചാൻസ്, അവസാനത്തെ കുട്ടികളെ ചൂസ് ചെയ്യാതിരിക്കില്ല, അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും ഒരു ഈക്വൽ ചാൻസ് ആണ്. അപ്പം 20 കുട്ടികൾ എന്ന് പറയുമ്പോൾ 20/1000 ആ ഒരു പ്രോബബിലിറ്റി വരും.
അപ്പൊ ഒരു ഈക്വൽ ചാൻസ് ആണ് ഏതൊരു കുട്ടിയെ സെലക്ട് ചെയ്യാനും വരുന്നത്. ഓക്കെ, അതൊരു റാൻഡം പ്രോസസ് ആണ്. എവറി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. ഇറ്റ് ഇൻവോൾവ് സം സോർട്ട് ഓഫ് റാൻഡം ഓർ പ്രൊബബിലിസ്റ്റിക് പ്രോസസ്. അതായത് ഒന്നെങ്കിൽ റാൻഡം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ കുറെ റാൻഡം നമ്പേഴ്സ് നമ്മൾ 1 to 1000 ഉള്ള കുറെ റാൻഡം നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് കുറെ നമ്പേഴ്സ് ചൂസ് ചെയ്യും. അപ്പൊ റാൻഡം ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ചൂസ് ചെയ്യും. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ്? അതൊരു റാൻഡം പ്രോസസ് അല്ല. ഇപ്പം എനിക്ക് 1000 കുട്ടികളെ ഉണ്ട് സ്റ്റഡി ചെയ്യാൻ, 20 കുട്ടികളെ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്റെ വീടിനടുത്തുള്ള 20 കുട്ടികളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു 20 കുട്ടികളെ സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള അങ്ങനെ. ഇപ്പൊ എനിക്കിപ്പം ഒരു റിസൾട്ട് ഒരു പെർട്ടിക്കുലർ രീതിയിൽ വേണം, അപ്പൊ അതിനെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള സെലക്ഷൻ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറയാ, അതൊരു ബാഡ് മെത്തേഡാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ എളുപ്പത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പം എനിക്കിപ്പം ഒത്തിരി സ്റ്റുഡൻസിനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആദ്യം ഒരു 5 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരോട് പറയും നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരുമെന്ന് എനിക്ക് സ്റ്റഡി ചെയ്യാൻ. ഇപ്പൊ ഹൈറ്റ് ആയിരിക്കും എനിക്ക് സ്റ്റഡി ചെയ്യേണ്ടത്, ചിലപ്പോൾ വെയിറ്റ് ആയിരിക്കും. സോ വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പം ഇതൊക്കെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈക്വൽ ചാൻസ് അല്ല വരുന്നത്. ഞാനൊരു കുറച്ച് എന്റെ ഒരു എളുപ്പത്തിനോ അല്ലെങ്കിൽ എന്റെ ഒരു ജഡ്ജ്മെന്റിന്റെയോ ബേസിസിലോ ഒക്കെ ആയിരിക്കും ഞാൻ 20 പേരെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ റാൻഡം പ്രോസസ്. The members of the population will not have an equal chance. ഇവിടെ will have an equal chance, ഇവിടെ will not have an equal chance. അപ്പൊ അങ്ങനെ വരുമ്പം there will be members of the population who have no chance of being selected. സെലക്ട് ചെയ്യപ്പെടാൻ തീരെ ചാൻസ് ഇല്ലാത്തവർ വരും. ഇപ്പം എന്റെ വീടിനോട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്റെ വീടിനടുത്തുള്ള 20 കുട്ടികളെ ചൂസ് ചെയ്യുന്നെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ദൂരെയായിട്ടുള്ള കുട്ടികൾക്ക് ഒരു ചാൻസും ഇല്ല അവർ സെലക്ടഡ് ആവാൻ, അല്ലെ? അപ്പം അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും പ്രോബബിലിറ്റി സാമ്പിളിംഗും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമുക്ക് ആദ്യം 4 പ്രോബബിലിറ്റി സാമ്പിളിംഗ്സ് ഉണ്ട്, അത് 4 നോക്കാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആൻഡ് ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈസി ആയിട്ട് റാൻഡം ആയിട്ട് ഒന്നും നോക്കാണ്ട് ഇപ്പം 10 പേരുണ്ട്, ഇപ്പൊ 1000 പേരുണ്ടെങ്കിൽ നമ്മൾ 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 1ാമത്തെ കുട്ടി, 15ാമത്തെ കുട്ടി, 20ാമത്തെ കുട്ടി, 400ാമത്തെ, വീണ്ടും 30ാമത്തെ. അപ്പൊ അങ്ങനെ ഒന്നും നോക്കാണ്ട് നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യും. അപ്പൊ അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഡയഗ്രാം നോക്കിയാൽ നമ്മൾ കുറെ ആളുകളുണ്ട് ചൂസ് ചെയ്യണം. ഒരാളെടുത്തു, അടുത്തൊരാളെടുത്തു, വീണ്ടും കുറച്ച് കഴിഞ്ഞ ഒരാളെടുത്തു, ഒരാളെ. അപ്പൊ ഇതിൽ വേറെ തോട്ടം ഒന്നും ഇല്ല നമുക്ക്. നമ്മളിങ്ങനെ പലരെ അങ്ങ് എടുത്തോണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പം ഹോൾ പോപ്പുലേഷനിൽ നിന്ന് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളതാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ 1 മുതൽ 1000 വരെയുള്ള കുട്ടികള് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ ഒരു 500 പേരെ മാത്രം എടുത്തു വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഞാൻ റാൻഡം സാമ്പിളിംഗ് ചെയ്യാൻ പാടില്ല. ഈ 1000 പേരെയും കൺസിഡർ ചെയ്ത് വെച്ചുകൊണ്ട് വേണം അതിനകത്തുനിന്ന് 20 പേരെ ചൂസ് ചെയ്യാൻ. നമ്മൾ ഹോൾ പോപ്പുലേഷനിൽ നിന്ന് വേണം എടുക്കാൻ. സോ അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ഇങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പം ഒരു ഗ്യാപ്പ് ഞാൻ സെറ്റ് ചെയ്യും, ഒരു ഇന്റർവെൽ. ഇപ്പൊ 3 ആണെങ്കിൽ 3. ഞാനപ്പോ ഒരു പോയിന്റിൽ നിന്ന് റാൻഡം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇവിടുന്ന് 3ാമത്തെ 1, 2, 3ാമത്തെ ആളെ ഞാൻ ചൂസ് ചെയ്യും. അടുത്തത് നിന്ന് 1, 2, 3ാമത്തെ ആളെ ചൂസ് ചെയ്യും. 1, 2, 3ാമത്തെ ആളെ ചൂസ് ചെയ്യും. 1, 2, 3ാമത്തെ ആളെ ചൂസ് ചെയ്യും. അപ്പൊ ഇതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പീരിയോഡിക് ഇന്റർവെൽ ചൂസ് ചെയ്ത് വെച്ചിട്ട് ആ വിട്ട് ചൂസ് ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഫസ്റ്റ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റാൻഡം പോയിന്റിൽ നിന്നായിരിക്കും. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ പറയുന്നതാണ് ഓക്കെ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ആ ഇന്റർവെല്ലിനെ നമ്മൾ വിളിക്കുന്നതാണ് സാമ്പിളിംഗ് ഇന്റർവെൽ എന്ന് വിളിക്കും. ഇപ്പൊ ഈ കേസിൽ 3 ആയിരുന്നു സാമ്പിളിംഗ് ഇന്റർവെൽ. ഇവിടെ അത് തന്നെ. ഇപ്പൊ നോക്കിയേ, സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു 2 പേരെ വിട്ട് അടുത്തൊരാളെ 3ാമത്തെ ആളെ വെച്ച് നമ്മൾ ചൂസ് ചെയ്തു. അപ്പൊ അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ റാൻഡം ആയിട്ട് വരുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് റാൻഡം ആയിട്ട് വരുന്നത്. ക്ലിയർ? സ്റ്റാർട്ടിംഗ് പോയിന്റ് റാൻഡം ആയിട്ട് വരും, പിന്നെ നമ്മൾ വിട്ട് ചൂസ് ചെയ്യും.
ഇനി അടുത്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് കാണുമല്ലോ. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗേൾസും ബോയ്സും, ഒന്നെങ്കിൽ ഗേൾസ് ബോയ്സോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തുനിന്ന് വരുന്നവരോ ഇല്ലെങ്കിൽ എന്താ പറയാ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവര് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവര് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവര്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു കോമൺ ഫീച്ചർ വെച്ചിട്ട് നമ്മൾ ഇവരെ ക്ലാസ് ആക്കുക, ഗ്രൂപ്പ് ആക്കുക ആദ്യം. ഓക്കെ, ഈ ഗ്രൂപ്പിന് പറയുന്നതാണ് സ്ട്രാറ്റ എന്ന് പറയും. അങ്ങനെ ഗ്രൂപ്പ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് റാൻഡം സാമ്പിളിംഗ് നടത്തും. ഇവിടെ നിന്ന് 2 പേര്, ഇവിടെ നിന്ന് 4 പേര്. അപ്പൊ അത് ചൂസ് ചെയ്യുന്നത് റാൻഡം ആയിട്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് വൺ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പോപ്പുലേഷനെ സബ് പോപ്പുലേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ഒരു ഇമ്പോർട്ടന്റ് വേയിൽ. ഇപ്പൊ ഒന്നെങ്കിൽ ഗേൾസ് ബോയ്സ് അല്ലെങ്കിൽ അവരുടെ ക്ലാസ് എത്രാം ക്ലാസ്സിലെ അല്ലെങ്കിൽ അവരുടെ ഏജിന്റെ ബേസിസിൽ, എന്തിന്റെങ്കിലും ബേസിസിൽ നമ്മൾ ഇവരെ ആദ്യം ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ റാൻഡം ആയിട്ട് ആൾക്കാരെ പിക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ ക്ലാസ്സിലെ ആൾക്കാരെ കിട്ടും, അല്ലെ എല്ലാ ഗ്രൂപ്പിലെ ആൾക്കാരെ കിട്ടും. ഇപ്പൊ ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ റാൻഡം ആയിട്ട് അറിയാതെ ചെയ്തു പോയി, നമ്മൾ എന്തെങ്കിലും ഒരു ID നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ റാൻഡം ആയിട്ട് ചെയ്തതെങ്കിൽ ചിലപ്പം ബോയ്സ് മാത്രമായി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും പിള്ളേര് മാത്രമായി പോകും, 8ാം ക്ലാസ്സും 5ാം ക്ലാസ്സും ഇല്ലാണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഒരു നല്ല മെത്തേഡാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. More precise conclusions by ensuring that every subgroup is properly represented in the sample. അടുത്തതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹോൾ പോപ്പുലേഷനെ കുറെ സാമ്പിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിനകത്തുനിന്ന് റാൻഡം ആയിട്ട് ഓരോ ഗ്രൂപ്പിനെ എടുക്കും. ആദ്യം നമ്മൾ ജസ്റ്റ് ക്ലസ്റ്റർ ചെയ്യും, മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ്, ഇങ്ങനെ പല പല ഗ്രൂപ്പ് ആക്കി വെക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് 1-2 എണ്ണത്തിനെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ 3-4 എണ്ണത്തിനെ സെലക്ട് ചെയ്യും. ഓക്കെ, അത് നമുക്ക് റാൻഡം ആയിട്ടായിരിക്കും അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ജസ്റ്റ് ക്ലസ്റ്റർ ചെയ്യും, മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ആക്കും, എന്നിട്ട് ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ പിക്ക് ചെയ്യും നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. സോ അതാണ് ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയതിനകത്തൊന്നും നമ്മുടെ ഒരു എന്താ പറയാ ജഡ്ജ്മെന്റോ എളുപ്പമോ അങ്ങനെയൊന്നും നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് നോക്കുന്നത് മാക്സിമം റാൻഡം ആയിട്ട്, അതായത് എല്ലാവർക്കും സെലക്ടഡ് ആവാനുള്ള തുല്യമായ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ റാൻഡം സാമ്പിളിംഗിലാണെങ്കിൽ ഒന്നും നോക്കാണ്ട് നമ്മൾ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യും. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിലാണെങ്കിൽ നമ്മൾ വളരെ റാൻഡം ആയിട്ട് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ആൻഡ് അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ വിട്ട് ചൂസ് ചെയ്യും. അപ്പം അതും ഒരു റാൻഡം സാമ്പിളിംഗ് ആണ്. നമുക്ക് അറിയില്ല 4ാമത്തെ ആര് വരും അല്ലെങ്കിൽ അടുത്ത 8ാമത്തെ ആര് വരും, നമുക്കറിയില്ല. സോ അതും ഒരു സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ആണ് അവിടെയും വരുന്നത്. പിന്നെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, അവിടെ നമ്മൾ നമ്മുടെ ഒരു നോളജ് യൂസ് ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് പക്ഷെ ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് റാൻഡം ആയിട്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ആളുകൾ അല്ലെങ്കിൽ പല ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ആൾക്കാരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗ്രൂപ്പ്സിന് ഇതിനകത്ത് പറയുന്നതാണ് സ്ട്രാറ്റ എന്ന് പറയും, കുറച്ചും കൂടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം. ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ് നമ്മൾ ആദ്യം കുറെ ഗ്രൂപ്പ്സ് ആക്കും, 5 പേരുടെ 10 പേരുടെ ഒക്കെ ഗ്രൂപ്പ്സ് ആക്കി വെച്ചിട്ട് ഒരു 2-3 ഗ്രൂപ്പിനെ അങ്ങ് ചൂസ് ചെയ്യും. 2-3 എന്നല്ല, എത്ര നമ്പർ വേണോ അത്രയും നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ എല്ലാവർക്കും ഈക്വൽ ചാൻസോ തുല്യമായ ഇതൊന്നുമല്ല. നമ്മൾ നമ്മുടെ എളുപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈസിനെസ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും. സോ അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇത് 4 ടൈപ്പ് ഉണ്ട്: കൺവീനിയൻസ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് അല്ലെങ്കിൽ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് വിളിക്കും, സ്നോബോൾ സാമ്പിളിംഗ്. ഓക്കെ, കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ എടുക്കുന്നത് ഫ്രം കൺവീനിയൻസ് സോഴ്സസ് ഓഫ് ഡേറ്റ ഫോർ റിസർച്ചസ്. അതായത് നമ്മുടെ എളുപ്പത്തിന് കൺവീനിയൻസിനനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പാർട്ടിസിപ്പൻസ്, ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് 100 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യണം ഫോർ എക്സാമ്പിൾ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ എനിക്ക് 1000 സ്റ്റുഡൻസിൽ നിന്നായിരിക്കും എനിക്ക് 100 പേരെ സ്റ്റഡി ചെയ്യേണ്ടത്. എന്റെ സാമ്പിൾ ഞാൻ എന്റെ വീടിന് അടുത്തുള്ള ഒരു സ്കൂളിൽ പോയിട്ട് അസംബ്ലിക്ക് പറയും എന്റെ സ്റ്റഡിക്ക് വേണ്ട ഒരു 100 സ്റ്റുഡൻസ് വരാമെന്ന് ചോദിക്കും. അപ്പൊ തന്നെ വോളണ്ടിയർ ആയിട്ട് കുറെ പിള്ളേര് വരും, ചൂസ് ചെയ്യും. ചിലപ്പം ഇവരെല്ലാവരും ഒരു ടൈപ്പ് ഓഫ് കുട്ടികളായിരിക്കും. അവരിൽ എനിക്ക് സ്റ്റഡി നടത്തിയാൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കില്ല ചിലപ്പോൾ വരുന്നത്. പക്ഷെ നമുക്കൊരു കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ആയിരിക്കും. ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ് മീൻസ്
ഒരിക്കലും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഒരു ബാഡ് വേ ആണെന്നല്ല, ഇറ്റ് ഈസ് എ കൺവീനിയന്റ് ആൻഡ് ഈസി വേ ഓഫ് സാമ്പിളിംഗ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റിയും വില്ലിങ്നെസ്സും. ഈ കേസിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്റെ വീടിനടുത്തുള്ള സ്കൂളിൽ പോയി, അപ്പൊ അവിടെ പിള്ളേർ എന്തായാലും അവൈലബിൾ ആയിരിക്കും, ഈസി ആയിട്ട് എനിക്ക് അപ്രോച്ച് ചെയ്യാം. എനിക്ക് പരിചയമുള്ള ഒരു സ്കൂളാണ്, സോ ഈസി ആയിട്ട് എനിക്ക് അവിടെ പോയി അപ്രോച്ച് ചെയ്യാം. ആൻഡ് അസംബ്ലിയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു 100 സ്റ്റുഡൻസിനെ വേണമെന്ന് പറഞ്ഞു. അപ്പം എന്താണ്, ഈസി ആയിട്ട് എനിക്ക് 100 സ്റ്റുഡൻസിനെ കിട്ടി. അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്, യൂസ്ഫുൾ റിസൾട്ട്സ് കിട്ടും, പക്ഷെ ഇത് സിഗ്നിഫിക്കന്റ് ബയാസ് ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ സ്റ്റുഡൻസിന്റെ കോൺഫിഡൻസിനെ പറ്റിയിട്ട് ഒരു സ്റ്റഡി നടത്തുകയാണ്, അല്ലെങ്കിൽ അവരുടെ വില്ലിങ്നെസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആക്ടിവിറ്റീസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ 100 സ്റ്റുഡൻസിനെ വരാൻ പറയുമ്പം വരുന്നത് ഇച്ചിരി സ്മാർട്ട് ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള 100 സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ അവരിൽ ഞാൻ സ്റ്റഡി നടത്തുമ്പോൾ എന്താ പറ്റുന്നത്, ആ ഒരു കോൺഫിഡൻസ് ഉള്ള കുട്ടികളെ മാത്രമേ ഞാൻ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. കോൺഫിഡൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ചൊരു മടി പിടിച്ച് നിൽക്കുന്ന കുട്ടികളെ എനിക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നില്ല, റൈറ്റ്? അപ്പം അതാണ് ബയാസ് വരും. അപ്പൊ എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ കോൺഫിഡൻസ് ഉള്ള കുട്ടികളെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും. അതില്ലാത്ത കുട്ടികളെ എനിക്ക് സ്റ്റഡി ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നില്ല. സോ അതാണ് കൺവീനിയൻറ്റ് സാമ്പിളിങ്. അതായത് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് സുഖമായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ വളരെ അവൈലബിൾ ആയിട്ട് വില്ലിംഗ് ആയിട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകളെ വെച്ചിട്ട് ഞാൻ സാമ്പിളിംഗ് നടത്തി സ്റ്റഡി ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യും, ആൻഡ് ഈ ഡിവൈഡ് ചെയ്തതിൽ നിന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്യും. അതായത് അപ്പം മെയിലും ഫീമെയിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. ആൻഡ് ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ആക്ച്വൽ പോപ്പുലേഷനിൽ ഇപ്പം എൻ്റെ കമ്മ്യൂണിറ്റിയിൽ 1000 ആളുകളുണ്ട് ടോട്ടലി. എൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ 1000 ആണ്. ഇതില് 600 ഫീമെയിലും 400 മെയിലും. ഇതാണ് കോമ്പോസിഷൻ. അപ്പം ഞാൻ എടുക്കുന്ന സാമ്പിൾ 100 പേരാണെന്ന് വെച്ചോളൂ. ഓക്കെ, ഞാൻ എടുക്കുന്ന സാമ്പിളിൽ 100 പേരാണ്. ഈ 100 പേരില് ഇപ്പൊ ഇതെന്ന് പറഞ്ഞ റേഷ്യോ എങ്ങനെ വരുന്നത്, 6:4 അല്ലേ റേഷ്യോ വരുന്നത്. എന്റെ ഈ 100 പേര് ഞാൻ ചൂസ് ചെയ്തതിനകത്തും ആ റേഷ്യോ മെയിൻറ്റെയിൻ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ശതമാനക്കണക്ക് മെയിൻറ്റെയിൻ ആയിരിക്കണം. അതായത് 60 ഫീമെയിലും 40 മെയിലും ആവാൻ ഞാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ചിലപ്പോൾ ഇൻകമിന്റെ ബേസിസിലാണെങ്കിൽ എന്താ ഇപ്പം 10 പേർക്ക് ഒരു പെർട്ടിക്കുലർ ഇൻകം, ഹൈ ഇൻകം, 20% പേർക്ക് ലോ ഇൻകം, ബാക്കി 70% പേർക്ക് മീഡിയം ഇൻകം ആണെങ്കിൽ 1000 പേരിൽ ഇതാണ് കണക്കെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന 100 പേരിലും ഇതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് 10 പേര് ഹൈ ഇൻകം ഉള്ളവരായിരിക്കണം, 20 പേര് ലോ ഇൻകം ഉള്ളവരായിരിക്കണം, 70 പേര് മീഡിയം ഇൻകം ഉള്ളവരായിരിക്കണം. അപ്പം ആ ഒരു എന്താ പറയാ കറക്റ്റ് പ്രൊപ്പോർഷൻസ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ ആയിരിക്കണം. ആ പ്രൊപ്പോസിഷൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരാണ് പർപ്പസീവ് സാമ്പിളിംഗ് അല്ലെങ്കിൽ അതോറിറ്റീവ് സാമ്പിളിംഗ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സോഷ്യൽ സ്റ്റഡീസ് റിസർച്ച് ആണ്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് റിസർച്ച് ആണ്. എനിക്കൊരു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന്റെ റിസർച്ചിൽ വരുന്ന ചാലഞ്ചസിനെ പറ്റിയിട്ട് എനിക്കൊരു സ്റ്റഡി നടത്തുന്നു. റിസർച്ച് ചാലഞ്ചസിനെ പറ്റിയിട്ട് യൂണിവേഴ്സിറ്റി ലെവലിലുള്ള റിസർച്ച് ചാലഞ്ചസിനെ പറ്റിയിട്ട് എനിക്കൊരു സ്റ്റഡി നടത്തണം. അപ്പം റിസർച്ചർ എന്ത് ചെയ്യും, അടുത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകും. ഫോർ എക്സാമ്പിൾ MG യൂണിവേഴ്സിറ്റി പോയി. ആൻഡ് ആ റിസർച്ചർക്ക് അറിയാം അവിടുത്തെ PG സ്റ്റുഡൻസിനോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് അത്ര കാര്യമില്ല, അല്ലെ? PG സ്റ്റുഡൻസിന് അങ്ങനെ ഒരു റിസർച്ച് ആവശ്യങ്ങളൊന്നും വരാറില്ല. വന്നാൽ തന്നെ അവർ ഫൈനൽ സെമ്മിലേ വരത്തുള്ളൂ. അപ്പം പറയും റിസർച്ചേഴ്സിനെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും. എന്നിട്ട് ഹി നോസ് PhD ചെയ്യുന്നവര് ആണ് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, അല്ലെങ്കിൽ MPhil ചെയ്യുന്നവര്. സോ എന്ത് ചെയ്യും, ആ ഒരു ആളുകളെ മാത്രം ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനെ മാത്രം ചൂസ് ചെയ്യും. അപ്പം അതാണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് റിസർച്ചർ സെലക്ട്സ് യൂണിറ്റ്സ് ടു ബി സാമ്പിൾഡ് ബേസ്ഡ് ഓൺ ഹിസ് എക്സിസ്റ്റിംഗ് നോളജ് ഓർ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്. ഒരു പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് അല്ലേ അതാ റിസർച്ചറിന്റെ. ഹി ഫീൽസ് PG സ്റ്റുഡൻസിനോട് റിസർച്ച് ചാലഞ്ചസിനെ പറ്റി ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് PhD-കാരോടും MPhil-കാരോടും ചോദിച്ചാൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും. ഓക്കെ, സോ ഹി ചൂസ് ഐറ്റംസ് ദാറ്റ് ആർ ബെസ്റ്റ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പോപ്പുലേഷൻ. അയാൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നതായിരിക്കും അയാൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇഫക്റ്റീവ് ഓൺലി വെൻ എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പോസസ് ദ ട്രേറ്റ്. ഇപ്പം അവിടുത്തെ PG സ്റ്റുഡൻസിനും ഭയങ്കര റിസർച്ച് സ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇവരോട് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല, അവരോടും കൂടെ ചോദിക്കണം. സോ കുറച്ച് പേരെ ഉള്ളൂ എന്നുള്ള സിറ്റുവേഷൻസിലാണ് ഇത് ഏറ്റവും നല്ലത്. കാരണം ആ റിസർച്ചർക്ക് ചൂസ് ചെയ്യാം ആ കുറച്ച് പേര് ഏതാന്നുള്ളത്, എന്നിട്ട് അവരിൽ സ്റ്റഡി നടത്താം. ഓക്കെ, ഇനി ഇതേത് ചിന്തിക്കുക. ഒരു റിസർച്ചർ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി, ആ റിസർച്ചർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ പരിചയം ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി അവിടുത്തെ PhD-യിലെ 3-4 റിസർച്ച് സ്റ്റുഡൻസിനെ കണ്ടു, അവരോട് ചലഞ്ചസ് ചോദിച്ചു, മനസ്സിലാക്കി. അപ്പൊ 3-4 പേരെ വെച്ച് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അപ്പൊ ഈ റിസർച്ചർക്ക് ആരെയും പരിചയമില്ല വേറെ. അപ്പൊ എന്ത് ചെയ്യും, ഈ 3 പേരോടോ 4 പേരോടോ പറയും, എനിക്ക് കുറച്ച് പേരെയും കൂടെ പരിചയപ്പെടുത്തി തരാമോ എന്ന് ചോദിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, അവർക്ക് പരിചയമുള്ള റിസർച്ച് ചെയ്യുന്നവരെ പരിചയപ്പെടുത്തി തരും. ഒന്നെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റിയിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പൊ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലുള്ള, അല്ലെങ്കിൽ ഫിസിക്സിലുള്ള, അല്ലെങ്കിൽ മാത്സിലുള്ള കുറച്ച് റിസർച്ചേഴ്സിനെ എന്ത് ചെയ്യും, ഈ ഇംഗ്ലീഷിലുള്ളവർ പറഞ്ഞു തരും. സോ നമ്മൾ അവിടെ പോയി അവരോട് സംസാരിച്ച് ഫൈൻഡ് ചെയ്യും. ആൻഡ് അപ്പോഴും നമുക്ക് നമ്മുടെ സാമ്പിൾ പോരാ എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവരോട് പറയും കുറച്ച് ആൾക്കാരെയും കൂടെ പരിചയപ്പെടുത്തരാമെന്ന് ചോദിക്കും. അപ്പൊ ഇവർക്കറിയാവുന്ന വേറെ റിസർച്ച് ചെയ്യുന്നവരെ ഇവർ പരിചയപ്പെടുത്തി കൊടുക്കും. ഇവർക്കറിയാവുന്ന ഫിസിക്സുകാർ അവർക്കറിയാവുന്ന കുറച്ച് പേരെ പരിചയപ്പെടുത്തി കൊടുക്കും. മാത്സുകാരും അതേപോലെ ചെയ്യും. ഇതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയിൻ റെഫറൽ സാമ്പിളിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന ആദ്യത്തെ പാർട്ടിസിപ്പൻസിനെ കൊണ്ട് തന്നെ നമ്മൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മറ്റു സബ്ജക്റ്റ്, അതായത് വേറെ ആളുകളെ ഐറ്റംസിനെയും കൂടെ അവരെ നമ്മൾക്ക് ഫൈൻഡ് ചെയ്ത് തരും. അപ്പം നമുക്കിപ്പോ ആരും പരിചയമില്ലാത്ത ഒരാളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് അറിയില്ല, ബാക്കി ആളുകളെ അറിയില്ല എന്നുള്ള കേസസിൽ, അല്ലെങ്കിൽ സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പാടാണ് എന്ന് വരുന്ന കേസസിൽ, അതായത് സാമ്പിൾസ് റെയർ ആണ് എന്നുള്ള കേസസിൽ നമുക്ക് സ്നോബോൾ സാമ്പിളിംഗ് ഇസ് എ ഗുഡ് ഐഡിയ. ഫോർ എക്സാമ്പിൾ, ഈ റിസർച്ചർ കമ്പ്യൂട്ടർ സയൻസിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ 2 PhD-കാരെ പോയി കണ്ടു. അവരുടെ ഫ്രണ്ട്സ് വേറെ കുറച്ചുപേരെ പരിചയപ്പെടുത്തി കൊടുത്തു, അവരുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുത്തു. സോ അയാൾക്ക് നല്ലൊരു സാമ്പിൾ കിട്ടി ഫോർ സ്റ്റഡി ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്? കൺവീനിയൻസ്, വില്ലിംഗ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ സ്റ്റഡി ചെയ്യുന്നു. കോട്ട സാമ്പിളിംഗ്, നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിനകത്തുനിന്ന് ആളുകളെ എടുക്കുന്നു. ആ പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ എക്സാക്ട് പോപ്പുലേഷന്റെ. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആണെന്ന് തോന്നുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നു. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്ത് പോകുന്നു. 2 പേരെ എടുക്കുന്നു, അവർക്കറിയാവുന്ന കുറച്ച് പേരെ പറഞ്ഞു തരുന്നു, അവർക്കറിയാവുന്ന കുറെ ആളുകളെ പറഞ്ഞു തരുന്നു. സോ അതാണ് സ്നോബോൾ സാമ്പിളിംഗ്. ഒരു ഗുഡ് സാമ്പിളിന് വേണ്ട കുറച്ച് കണ്ടീഷൻസ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഒരു ഗുഡ് സാമ്പിൾ എപ്പോഴും 3 കണ്ടീഷൻസ് ആയിരിക്കും. ഒന്ന് റെപ്രസെന്റേറ്റീവ്നെസ്, രണ്ടാമത്തേത് ആക്യുറസി, മൂന്നാമത്തേത് സൈസ്. റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറഞ്ഞാല് ഒരു സാമ്പിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ, ഇപ്പൊ 10 പേരെ എടുക്കുവാണെങ്കിൽ അത് ആ ഹോൾ പോപ്പുലേഷൻ, ഇപ്പൊ 1000 പേരാണെങ്കിൽ ആ 1000-ൽ 10 എണ്ണം എടുക്കും. ഈ ഹോളിന് ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കണം. ഇപ്പൊ 1000 കുട്ടികളുണ്ടെങ്കിൽ ഞാൻ 10 പെൺകുട്ടികളെ മാത്രം എടുത്തു, അതൊരു നല്ല പോപ്പുലേഷൻ അല്ല. അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 പേരെ എടുത്തു, അതൊരു നല്ല കാര്യമല്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പേര്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പേര്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പേര്, അതേപോലെ ഈക്വലി പെൺകുട്ടികളോ ആൺകുട്ടികളോ ഈക്വലി ഉള്ള ഒരു ഗ്രൂപ്പ് എടുത്താൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഈ സാമ്പിൾ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സാമ്പിൾ ഇസ് എ ഗുഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആക്യുറസി, അതായത് ബയാസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ പെൺകുട്ടികളെ മാത്രം ചൂസ് ചെയ്ത് വെച്ച് സ്റ്റഡി ചെയ്തു, അപ്പൊ എനിക്ക് പെൺകുട്ടികളുടെ ഒരു കേസ് മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ബോയ്സിന്റെ ഹൈറ്റ്, അല്ലെങ്കിൽ അവരുടെ വെയിറ്റ്, അവരുടെ എക്സസൈസ്, ഫുഡ് പാറ്റേൺ, ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. ഓൺലി പെൺകുട്ടികളുടെ മാത്രമായിരിക്കും. അപ്പൊ അതൊരു ബയാസ്ഡ് ആയിരിക്കും, എനിക്ക് ഒരു പാർഷ്യൽ റിസൾട്ട് ആയിരിക്കും വരുന്നത്. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കണം. എപ്പോഴും നമ്മളെപ്പോഴും ബയാസ് ഇല്ലാണ്ട് വേണം റിസൾട്ട് ഫൈൻഡ് ചെയ്യാൻ. പിന്നെ സൈസ്, നമ്മുടെ സൈസ് എന്ന് പറഞ്ഞപ്പം എനിക്ക് 1,00,000 പേരെ സ്റ്റഡി ചെയ്യണം, ഞാൻ 5 പിള്ളേരെ സ്റ്റഡി ചെയ്തു, അതൊരു ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല. ഒരു ഗുഡ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൈസ്, ആവശ്യത്തിന് സൈസും റിലയബിളും ആയിരിക്കണം ആ സൈസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ 5,00,000 പേരെ സ്റ്റഡി ചെയ്യണമെങ്കിൽ മിനിമം ഒരു 500 പേര് അല്ലെങ്കിൽ ഒരു 1000 പേരെങ്കിലും ഞാൻ സ്റ്റഡി ചെയ്താലേ അതിലൊരു അർത്ഥമുള്ളൂ. സോ അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് സാമ്പിൾ. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓഫ് ദ ഫോളോയിങ് സാമ്പിളിംഗ് മെത്തേഡ്സ് വിച്ച് ഇസ് എ പ്രോബബിലിറ്റി മെത്തേഡ്? Very simple and direct question. Option: judgment sampling, quota sampling,
സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. ഏതാണ് ആൻസർ? ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് നമുക്കറിയാം, നമ്മുടെ എളുപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നതിനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ അതൊരു നോൺ പ്രോബബിലിറ്റി ആണ്. കോട്ട സാമ്പിളിംഗ് ഓൾസോ നോൺ പ്രോബബിലിറ്റി മെത്തേഡ് ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് ഇതിനകത്തെ പ്രോബബിലിറ്റി മെത്തേഡ്. സോ ആൻസർ ഇസ് സി, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. നെക്സ്റ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്? which is following is not a type of non probability sampling. ഇപ്പൊ കോട്ട നോൺ പ്രോബബിലിറ്റി ആണ് നമുക്കറിയാം, കൺവീനിയൻറ്റ് സാമ്പിളിംഗ് നോൺ പ്രോബബിലിറ്റി ആണ്, സ്നോബോൾ സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി ആണ്, സ്ട്രാറ്റിഫൈഡ് റാംബ്ലിംഗ് സാമ്പിളിംഗ് എന്താണ്? പ്രോബബിലിറ്റി മെത്തേഡ് ആണ്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. സോ ആൻസർ ഇസ് ഡി. ക്ലിയർ? Okay, next question. The probability of selecting an item in probability sampling from the population is known and is എത്ര വരും? നമുക്കറിയാം എല്ലാവർക്കും ഒരു ഈക്വൽ ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഈക്വൽ ടു 1 ആണോ? 1 അല്ല. കാരണം ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ ഒരാൾ എടുക്കാനുള്ള ചാൻസ് 1/10 ആണ് അല്ലെ? 1 അല്ല. 0 ആണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം എല്ലാരെയും സെലക്ട് ചെയ്യാൻ നമുക്ക് ഒരു ചാൻസ് ഉണ്ട്. നോൺ സീറോ ആണ്. അതെ, എല്ലാവർക്കും ഒരു ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ഉണ്ട്. അത് 1ഉം അല്ല 0യും അല്ല. 1 എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ എന്നാണ് 1ന്റെ അർത്ഥം. only 1%. 0 എന്ന് പറഞ്ഞാൽ നോ ചാൻസ്. നോൺ സീറോ വാല്യൂ ആണ് ആൻസർ വരുന്നത്. സോ ആൻസർ ഇസ് നോൺ സീറോ. സോ ആൻസർ ഇസ് സി, ഇറ്റ്സ് എ നോൺ സീറോ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പിളിംഗ് എറർ ഡിക്രീസസ് വിത്ത്. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ ചെയ്യുമ്പം അതിൽ നിന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പം വരുന്ന എററുകൾ ആണ് സാമ്പിളിംഗ് എറർ. അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും? നമ്മൾ സാമ്പിളിംഗ് എറർ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? നമ്മളൊരു കൊച്ചു സാമ്പിൾ എടുത്തു, സ്റ്റഡി ചെയ്തു, ഒരു എറർ വന്നു. ആ എറർ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും? ആൻസർ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഇൻക്രീസിങ് ദി സാമ്പിൾ സൈസ്. നമ്മൾ സാമ്പിൾ സൈസ് കൂട്ടുന്തോറും എന്ത് സംഭവിക്കും? മോർ റെപ്രസെന്റിങ് ആയിരിക്കും, റൈറ്റ്? മോർ റെപ്രസെന്റേറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സാമ്പിളിംഗ് എറർ കുറഞ്ഞു കിട്ടും. അതാണ് സാമ്പിളിംഗ് എറർ ഡിക്രീസ് ചെയ്യണമെങ്കിൽ സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.